ഇന്ത്യയിൽ മീഡിയടെക് പ്രോസസ്സറിന് ഏറ്റവും കൂടുതൽ പ്രിയമുണ്ടായി കൊടുത്ത രണ്ട് ഫോണുകളായിരുന്നു. ഒന്ന് റെഡ്മി നോട്ട് 8 പ്രോയും കൂടാതെ റിയൽമി 6. ഇപ്പോൾ ആ നമ്പർ സീരീസിലെ അടുത്ത ഫോണായ റിയൽമി 7 റിലീസ് ചെയ്യുകയുണ്ടായി. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് ശരിക്കും റിയൽമി 6ൽ നിന്നൊരു അപ്ഗ്രേഡ് ആണോ ഈ റിയൽമി 7 എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വില പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ഇന്ത്യയിൽ പ്രൈസ് ചെയ്തേക്കുന്നത് 15,000 രൂപയാണ്. അത് 6GB 64GB വേരിയൻ്റ് ആണ്. കൂടാതെ ഇതിന് ഒരു ഹയർ വേരിയൻറ്റും വരുന്നുണ്ട്. 8GB 128GB വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,000 രൂപയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ബോക്സിലേക്ക് നോക്കാം. ഇവിടെ റിയൽമി ആണെങ്കിൽ ബോക്സിൽ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസും അതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി പുറകിലേക്ക് വരുവാണെങ്കിൽ സാർ വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ഇന്ത്യയിൽ വെച്ചിരിക്കുന്ന സാർ വാല്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് 1.6 വെയിറ്റ് പെർ കിലോഗ്രാം ആണ്. ഇവിടെ സാർ വാല്യൂ ഹെഡിന് വരുന്നത് 0.990 വെയിറ്റ് പെർ കിലോഗ്രാം ആണ്. കൂടാതെ ബോഡിക്ക് വരുന്നത് 0.934 വെയിറ്റ് പെർ കിലോഗ്രാം ആണ്. രണ്ടും 1ൽ താഴെയാണ്. ഈ ഫോണിൻ്റെ റേഡിയേഷൻ കുറവായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പുറമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അകത്ത് ആ സെയിം സംഭവങ്ങൾ തന്നെയാണ് വരുന്നത്. ആദ്യം തന്നെ ചെറിയൊരു കാർഡ്ബോർഡ് കേസ് ഫ്രണ്ടിലുണ്ട്. അതിനകത്തിൽ കവറും നമ്മുടെ സിം ഇജക്ടർ ടൂളുമാണ് വെച്ചിരിക്കുന്നത്. കവറിനകത്തിലാണ് പേപ്പർ വർക്ക്സ് ഒക്കെ വരുന്നത്. നമുക്കിത് പേപ്പർ വർക്ക്സ് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിനകത്ത് വരുന്ന വൈറ്റ് കളർ TPU കേസാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാണ് നമ്മുടെ ഫോൺ. ഇനി നമ്മൾ ആ റാപ്പർ റിമൂവ് ചെയ്തിട്ട് ഫോൺ നോക്കാം. കൂടാതെ ആ സ്റ്റിക്കർ നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. കണ്ടിട്ട് ഒരു ഗ്ലാസിൻ്റെ മാതിരിയുള്ള ഫിനിഷ്, പക്ഷേ ഇതിൻ്റെ ബാക്ക് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡിൽ വരയ്ക്കുമ്പം ആ പെയിൻറ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. കൂടാതെ 2 ലെയറായിട്ടാണ് ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഗ്ലോസിയും ഒരു സൈഡിൽ മാറ്റ് ഫിനിഷുമാണ് വരുന്നത്. ബോക്സിൽ ബാക്കി എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇതിനകത്തിൽ 6ൽ വന്ന കൂട്ട് തന്നെ ഒരു 30 വോട്ട് ഡാർക്ക് ചാർജറാണ് വരുന്നത്. പിന്നെ ബോക്സിൽ ബാക്കി ഉള്ളത് ഇതിൻ്റെ USB Type-C കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് പോവാം. കവർ ഒന്നിട്ട് നോക്കാം. കവർ നല്ല ഫിറ്റാണ്. എപ്പോഴും കവർ ഇട്ട് തന്നെ ഈ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ബാക്ക് നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ, ഒരു ചെറിയ ഷാർപ്പ് ഒബ്ജക്റ്റ് വന്നതിന് അത് കൊണ്ടുകഴിഞ്ഞാൽ എന്തായാലും സ്ക്രാച്ച്. ഇനി ഔട്ട്ഡോറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർപ്പിൾ കളറായിട്ട് ഇത് മാറും. എൻ്റെ വരുന്ന കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് മിസ്റ്റ് ബ്ലൂ. മുകളിൽ ബ്ലൂവും താഴെ ഒരു പെർപ്പിൾ ഫിനിഷും തോന്നും. കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ലൈറ്റ് ഇതിനകത്തിൽ വന്ന് വീഴുമ്പോൾ ഒരു ചെറിയ റിഫ്ലക്ഷനും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഫിസിക്കൽ ഓവർവ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് പവർ ബട്ടൺ ഇൻ്റഗ്രേറ്റഡ് സെൻസറാണ് വലത് സൈഡിൽ വന്നിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് വോളിയം റോക്കേഴ്സും കൂടാതെ സിം ട്രേയും വരുന്നത്. സിം ട്രേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡ് 2 സിമ്മും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു 3.5mm ജാക്കും കൂടാതെ വോയിസ് മൈക്കും പിന്നെ ചാർജിങ് പോർട്ടും അതുപോലെ സിംഗിൾ ബോർഡ് ഓഫ് ഫയറിംഗ് സ്പീക്കറുമാണ് ഉള്ളത്. മുകളിലൊന്നുമില്ല, ഫ്ലാറ്റാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു 16 മെഗാപിക്സൽ ക്യാമറയും മുകളിലാണെങ്കിൽ വോയിസ് ഗ്രില്ലും ഉണ്ട്. ഡിസൈനിൻ്റെ ക്യാമറയുടെ ആ ഒരു സെറ്റപ്പും പിന്നെ ഈ സ്പ്ലിറ്റ് കളർ ഡിസൈനും ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 6ൻ്റെ കൂട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വൈഫൈ ബാൻഡ് വിഡ്ത്ത് 5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള വൈഫൈ എക്സ്പീരിയൻസ് ഈ ഫോണിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഇനിഷ്യൽ ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിന് റിയൽമി 6 കൂട്ട് തന്നെയാണ് ഇതിന് ഡിസ്പ്ലേ വരുന്നത്. ഇത് വരുന്നത് ഒരു 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗോറില്ല ഗ്ലാസ് 3യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പിക്സൽ പെർ ഡെൻസിറ്റി റിയൽമി 6നെക്കാട്ടിലും കൂടുതലാണ്. 405 പിക്സൽ പെർ ഡെൻസിറ്റി ഉണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഫോണിൽ നിന്ന് കിട്ടാൻ പോകുന്നത് 6നെ വെച്ച് കമ്പയർ. പിന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് 6നോട്ട് തന്നെ 480 നിറ്റ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതും റിയൽമി 6നെക്കാളും ഇച്ചിരി കൂടുതലാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല വിസിബിളാണ് ഡിസ്പ്ലേ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് വെളിയിൽ പോയപ്പോൾ ഈ ഡിസ്പ്ലേയിൽ നിന്ന് ഉണ്ടായില്ലായിരുന്നു. ഇനി നമുക്ക് സെറ്റിംഗ്സിലോട്ടൊന്ന് പോയി നോക്കാം. കൂടാതെ ഇത് റിയൽമി UI വേർഷൻ 1ലാണ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ വേരിയൻറ്റ്. എൻ്റെ ഇരിക്കുന്നത് 8GB 128GB വേരിയൻ്റ് ആയിരുന്നു. അതിനകത്തിൽ 128GBയിൽ 114GB നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു ഇനിഷ്യൽ ബൂട്ടിങ്. സെക്യൂരിറ്റി പാച്ച് ഏതാ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 5ൻ്റെ സെക്യൂരിറ്റി പാച്ച് ആയിരുന്നു ഈ ഫോണിനകത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ റാമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏകദേശം 5GB റാം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു 8GB. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X ആണ്.
അതുപോലെ തന്നെ സ്റ്റോറേജ് UFS 2.1 ആണ് സാംസങ്ങിൻ്റെ. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് 90 ഹെർട്സും പിന്നെ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള റാമും ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജും തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കിടിലനായിരിക്കും. പക്ഷേ കുറച്ച് ആപ്പുകൾ ഇതിനകത്ത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ 1-2 എണ്ണമായിരുന്നു ഫേസ്ബുക്ക്, അതുപോലെ തന്നെ WPS ഓഫീസ്, അങ്ങനെ 2-3 ആപ്സ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഇവർ ക്യാമറ കൊടുത്തിട്ടുണ്ട്, നമുക്ക് 6-ൽ കിട്ടാതിരുന്നു. ആദ്യം തന്നെ നോർമലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിൾ മോഡായാലും സൂമിങ്ങിൻ്റെ സംഭവം എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് മോഡ്, അൾട്രാ സ്ലോ മോഷൻ, ഗൂഗിൾ ലെൻസിന് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പാരനോമ, ടൈം ലാപ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ അധികമായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാറി മോഡ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഞാനിതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് ഇത് പറയുന്നതായിരിക്കും. പിന്നെ നൈറ്റ് സ്കേപ്പിന് ഇച്ചിരി കൂടി ഇമ്പ്രൂവ്മെന്റ് ഇവർ വരുത്തിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് മോഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുട്ടത്തെടുക്കുന്ന ഫോട്ടോ ഇച്ചിരി കൂടെ മികച്ചതായിരിക്കും മറ്റുള്ള ഫോണിൽ നിന്നും ഇതിൽ വരുന്നത്. പിന്നെ ഷൂട്ടിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 6ന്റെ കൂട്ട് തന്നെയാണ് ഇതിനകത്തുള്ള ഷൂട്ടിംഗ് കേപ്പബിലിറ്റി വരുന്നത്. 4K 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1080p 30-യും 60-യും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അൾട്രാ മാക്സ് സ്റ്റെബിലൈസേഷനും വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതിനകത്തിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ 6-ൽ ഉണ്ടായിരുന്നു, പക്ഷേ മാക്സ് സ്റ്റെബിലൈസേഷൻ 6-ൽ ഇല്ലായിരുന്നു. അതും ഒരു അപ്ഗ്രേഡ് ആണ് 6 വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി നമ്മൾ ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഇതിനും Realme 6 കൊണ്ട് തന്നെ കോഡ് ക്യാം സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെയാണെങ്കിൽ സാംസങ് GM1 സെൻസറായിരുന്നു ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇവിടെ സോണിയുടെ IMX682 എന്ന് പറഞ്ഞ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാംസങ്ങിൻ്റെ M31S എന്ന് പറഞ്ഞ ഫോൺ അധികം കണ്ടു. അപ്പോൾ നമുക്ക് ക്യാമറയുടെ സ്പെക്സ് ഒന്ന് പറയാം. ഇതിനകത്തിൽ വരുന്നത് പ്രൈമറി 64 മെഗാപിക്സൽ ക്യാമറയാണ്, എന്ന് പറയുമ്പോൾ 13 മെഗാപിക്സൽ ക്യാമറ. ഇതിൻ്റെ അപ്പാർച്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സോണി IMX682 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഫീൽഡ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 119 ഡിഗ്രിയാണ്. അപ്പാർച്ചർ വരുന്നത് f2.3 ആണ്. കൂടാതെ ഒരു പോർട്രേറ്റ് ലെൻസും ഉണ്ട്. പോർട്രേറ്റ് ലെൻസ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 6 ഫിൽറ്റേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അപ്പാർച്ചർ വരുന്നത് 2.4 ആണ്. പിന്നെ ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. അതിൻ്റെ മാക്സ് സൂമിങ് 4 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ അപ്പാർച്ചറും 2.4 ആണ്. ഇവിടെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ സെൻസറിൻ്റെ കാര്യമാണ്. കൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറിന് അതിൽ ഈ 6 ഫിൽറ്റേഴ്സിൻ്റെ സപ്പോർട്ടും Realme 6-ൽ നിന്നും വ്യത്യാസമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ സെൽഫിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്തൊരു 16 മെഗാപിക്സൽ സെൽഫിയാണ് വരുന്നത്. ഇവിടെ സോണിയുടെ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സോണി IMX471 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വരുന്ന അപ്പാർച്ചർ എന്ന് പറയുന്നത് f2.1 ആണ്. അപ്പം സെൽഫിയിലും ഒരു ഇമ്പ്രൂവ്മെന്റ് 6 വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുവാണെങ്കിൽ ഡേ ലൈറ്റിൽ ഈ പ്രൈസിൽ വരുന്ന ഫോണുകൾ പെർഫോം ചെയ്യുന്ന കൂട്ട് തന്നെ ഇച്ചിരി കൂടി നല്ലതായിട്ട് ഷാർപ്നെസ്സും അതുപോലെ തന്നെ ഫോട്ടോയിൽ ബ്ലാക്സ് ഒക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ലൈറ്റുള്ള സമയം Realme 6-ൽ നിന്നും ഇച്ചിരൂടെ നല്ല നൈറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഇച്ചിരൂടെ ബൂസ്റ്റഡ് ആയിട്ടാണ് കളേഴ്സ് ഇതിനകത്ത് വരുന്നത്. പിന്നെ എഡ്ജ് ഡിറ്റക്ഷനും ഷാർപ്നെസ്സിനും ഒന്നും വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. ഇനി സെൻസേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സെൻസറും Realme ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടില്ല. പൊതുവെ Realme അങ്ങനെ സ്കിപ്പ് ചെയ്യാറുമില്ല. ഇനി ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം Realme 6 കൂട്ട് തന്നെ 7-ലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നല്ല ഫാസ്റ്റ് ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ. ഞാനപ്പോൾ വൈഡ് 1 L1 സപ്പോർട്ട് നോക്കി. ഇതിനകത്ത് വൈഡ് 1 L1 സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് അതുപോലെ ആമസോൺ കയറിയിട്ട് നിങ്ങൾക്ക് HD കണ്ടന്റ്സ് കാണാൻ സാധിക്കും. ഇനി പ്രൊസസ്സറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ G95 വരുന്ന പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് G90 തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്തിൽ GPUവിന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. G90Tയിൽ 800 MHz ആയിരുന്നു ഫ്രീക്വൻസി. ഇതിനകത്ത് വരുന്നത് 900 MHz ആണ്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഒരു വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ GPUവിൽ ഒരു സാധനം കൂടി ഇവർ ആഡ് ചെയ്തു, ഒരു കൂളിംഗ് സിസ്റ്റം കൂടി ഇതിനകത്ത് ഇവർ ആഡ് ചെയ്തു. ഇതിനെ വിളിക്കുന്നത് കാർബൺ കൂളിംഗ് സിസ്റ്റം എന്നാണ്. Realme 6 അതുപോലെ 6iൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അതിന്റെ ഹീറ്റിംഗ്. വലിയ രീതിയിലൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഈ ഹീറ്റ് കുറയ്ക്കാൻ ഈ കൂളിംഗ് സിസ്റ്റം സഹായിക്കുന്നതായിരിക്കും. വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിക്കത്തില്ലെങ്കിലും ഇച്ചിരിയുടെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത്രയും മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ഗെയിമുകളൊന്നും കളിക്കാൻ സാധിച്ചില്ല, കാരണം ഒന്നാമത് PUBG ബാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഏകദേശം വെയിറ്റ് വരുന്നത് 197 ഗ്രാമാണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലതായിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിൽ ഭാരം കൂടിയായിട്ടോ താഴെ ഭാരം കൂടിയായിട്ടോ എന്നും എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു 4900 mAh ബാറ്ററിയാണ്. നമുക്കത് 5000 mAh ആയിട്ട് കണക്കാക്കാം. 6ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഏകദേശം ഒരു 300-400 mAh കൂടുതലാണ് വരുന്നത്. കൂടാതെ അതേ സെയിം ചാർജർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്.
അപ്പോൾ ഈ ഫോൺ ചാർജ് ചെയ്യാൻ എന്തായാലും ഏകദേശം ഒരു മണിക്കൂർ 10 മിനിറ്റ് ഏകദേശം സമയം എടുക്കുമായിരിക്കും. നമ്മൾ ആ ഡീറ്റെയിൽ റിവ്യൂവിൽ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. കളേഴ്സ് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കളറിലാണ് വരുന്നത്. ഒന്ന് മിസ്റ്റ് ബ്ലൂ, എൻ്റെ കയ്യിൽ വരുന്ന കളർ, പിന്നെയുള്ള കളർ മിസ്റ്റ് വൈറ്റ് ആണ്. നമ്മൾ ഇനി റിയൽമി 6 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ റിയൽമി 7 വലിയ അപ്ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ അപ്ഗ്രേഡുകളാണ് റിയൽമി തന്നിരിക്കുന്നത്. അപ്പോൾ റിയൽമി 6 പോരായ്മകൾ എന്താണോ അത് റിയൽമി 7 അവർ പരിഹരിച്ചിട്ടുണ്ട്. ഈ വില വെച്ച് നോക്കുമ്പോഴും ഒരു നല്ലൊരു ഡീലാണ്. പക്ഷേ എന്തായാലും റിയൽമി 7 ഇറങ്ങുന്നത് കൊണ്ട് തന്നെ റിയൽമി 6 വില കുറയാനാണ് സാധ്യത. അങ്ങനെ കുറയുകയാണെങ്കിൽ ഇച്ചിരി പൈസയ്ക്ക് മുതലാവുന്ന ഫോൺ റിയൽമി 6 തന്നെയാണ്. ഈ റിയൽമി 7 അവർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ വളരെ ചെറിയ ചില മാറ്റങ്ങൾ, പക്ഷെ ക്യാമറയിൽ നല്ല വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട് താനും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ നിങ്ങളുടെ ഇച്ചിരി നല്ല പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ റിയൽമി 7 പോയി എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീൽ തരുന്നത് റിയൽമി 6 തന്നെയാണ്. ദെൻ ഇറ്റ്സ് മായാവി സൈനിങ് ഓഫ്.